മലേഷ്യയുടെ തലസ്ഥാനമായ കുലാലംപൂരിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഇത് ജലാൻ അലോർ. ഉത്സവപ്പറമ്പ് പോലെ ജനം നിറഞ്ഞൊഴുകുന്ന ഫുഡ് സ്ട്രീറ്റ്. വഴിയോരത്ത് നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ നിറയെ വിദേശ ടൂറിസ്റ്റുകൾ. സ്വദേശികളെ അധികമൊന്നും ഇവിടെ കാണുന്നില്ല എന്നതാണ് പ്രത്യേകത. ബിയർ നുണഞ്ഞും മത്സ്യമാംസ വിഭവങ്ങളിലെ ചൈനീസ് രുചിഭേദം നുകർന്നും അവരങ്ങനെയിരിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു വിധത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകവും ഇതുതന്നെയാവാം. മദ്യം, പുകവലി, വസ്ത്രധാരണം എന്നിവയിലൊന്നും മലേഷ്യയിൽ വലിയ നിബന്ധനകളോ നിയന്ത്രണമോ ഇല്ല. കുലാലംപൂരിലും പരിസര പ്രദേശങ്ങളിലും പാശ്ചാത്യ ടൂറിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ അധികമൊന്നുമില്ല താനും. ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള ഒരു മോഡേൺ സിറ്റി എന്നത് മാത്രമാണ് കുലാലംപൂരിൻ്റെ പ്രത്യേകത. എന്നാൽ ഇത്തരത്തിൽ ഷോപ്പിങ്ങിന് പറ്റിയ ധാരാളം കേന്ദ്രങ്ങളുണ്ടിവിടെ. ലിറ്റിൽ വിയറ്റ്നാം എന്നൊക്കെ പേരുള്ള ഭക്ഷ്യവൈവിധ്യത്തിൻ്റെ റെസ്റ്റോറൻറ്റ് നിരയുള്ള തെരുവുകൾ തന്നെയാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഘടകം. ഇവിടെ ലഭിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നത് കൂടിയാണ്. നമ്മുടെ സങ്കല്പത്തിൽ പോലുമില്ലാത്ത ഭക്ഷണവൈവിധ്യമാണിത്. തിരണ്ടിയുടെ ചിറക് പ്രത്യേക മസാലക്കൂട്ട് പുരട്ടി കമ്പിൽ കുത്തിവെച്ചിരിക്കുന്നു. പച്ചക്കറികളുമുണ്ട് ധാരാളമായി. കൂണും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചീരയും വരെ കമ്പിൽ കോർത്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം ആവശ്യാനുസരണം പുഴുങ്ങിയോ കനലിൽ ചുട്ടെടുത്തോ തരും. മീറ്റ് ബോളും ഫിഷ് ബോളും എല്ലാമാണ് മറ്റൊരു ഭാഗത്ത്. ആവശ്യക്കാരൻ്റെ അഭിരുചിക്കനുസരിച്ചാണ് ഇത് പാചകം ചെയ്തു തരിക. മസാല കൂട്ടിയും കുറച്ചും സ്പൈസിയായും ഗ്രില്ല് ചെയ്തുമെല്ലാം ഇത് വാങ്ങാം. 6 പാക്ക് തവളകൾ ഐസിന് മുകളിൽ അങ്ങനെ കിടക്കുന്നു. ഇവിടെ ഒരാൾ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പല റെസ്റ്റോറൻറ്റുകൾക്കായി പലതരം ഇറച്ചികൾ ഇയാൾ മുറിച്ചു കൊടുക്കുന്നു. ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്നും ജീവനക്കാർ ഇറച്ചി ഇവിടെ കൊണ്ടുവന്ന് അത് മുറിച്ചു വാങ്ങിക്കൊണ്ടുപോകും. ഈ കനൽത്തട്ടും ഗ്രില്ലും മാത്രമാണ് ഉപജീവനത്തിനായുള്ള ഇയാളുടെ മുതൽ മുടക്ക്. ഒരു കസേര പോലുമില്ല. റോഡരികിൽ തൻ്റെ അടുപ്പുമായി ജോലിയിൽ വ്യാപൃതനായി അങ്ങനെ നിൽക്കുന്നു. അടുപ്പിന് മുകളിൽ നിന്നുയരുന്ന ഗന്ധം ഏതൊരു ഭക്ഷണപ്രിയനെയും ഇവിടേക്ക് ആകർഷിക്കും. മറ്റൊരിടത്ത് ചെസ്റ്റ്നട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. നിലക്കടല വറക്കുന്നത് മണലിലിട്ടാണെങ്കിൽ ഇത് ചെറിയ ഉരുളൻ കല്ലുകളിലിട്ടാണ്. പ്രത്യേകം യന്ത്രസംവിധാനങ്ങളെല്ലാമുണ്ട് ചെസ്റ്റ്നട്ട് വറക്കാൻ. റെസ്റ്റോറൻറ്റുകളുടെ നിര അവസാനിക്കുന്നില്ല. തായ്ലൻഡിലെല്ലാം സാധാരണമായി കാണുന്ന ഷീമാൻ്റെ രൂപഭാവങ്ങളുള്ള ഒരാൾ ഇവിടെ സിഗരറ്റും പുകച്ചിരിപ്പുണ്ട്. പൗരുഷമുള്ള സ്ത്രീ. ഈ തെരുവിൽ ഭക്ഷണവൈവിധ്യം മാത്രമല്ല, ആളുകളുടെ വൈവിധ്യവും കണ്ടു നിൽക്കുന്നത് രസമാണ്. വിവിധ രാജ്യക്കാർ, വിവിധ വർണ്ണത്തിലുള്ളവർ, വിവിധ വർഗക്കാർ. മേശകസേരകൾ നിരന്നുകിടക്കുന്ന തെരുവിലൂടെ കാറുകളും സാവധാനം കടന്നു പോകുന്നുണ്ട്. കോണടി ബഹളമോ ചീറിപ്പായലോ ഇല്ല. വളരെ സാവധാനം വാഹനനിര നീങ്ങുന്നു. ചൈനീസ് റാന്തലുകളാൽ അലങ്കൃതമായ തെരുവ്. അതിലെ ടൂറിസ്റ്റുകൾ സർവ്വസ്വതന്ത്രരായി അങ്ങനെ നടക്കുന്നു. ഇവിടെ ആരും സഞ്ചാരികളെ അലോസരപ്പെടുത്തുന്നില്ല. ടൂറിസ്റ്റുകളെ ഇന്നാട്ടുകാർ മാനിക്കുന്നു. തങ്ങളുടെ നാടിൻ്റെ അതിഥികൾക്ക് ഒരസൗകര്യവും ഉണ്ടാകരുതെന്ന് അവർ ചിന്തിക്കുന്നു. നേരം 12 മണിയാവാറായിരിക്കുന്നു. ജലാൻ അലോറിൽ നിന്നും ഞാൻ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. അടുത്തുള്ള സ്ട്രീറ്റുകളിലെല്ലാം ഇതുതന്നെയാണ് കാഴ്ച. എല്ലാം രാത്രിയിൽ ഫുഡ് സ്ട്രീറ്റുകളാകുന്നു. അല്പം നിലവാരം കൂടിയ റെസ്റ്റോറൻറ്റുകളും ചിലയിടത്ത് കാണാം. അവിടെ ഓർഡർ എടുക്കാൻ യൂണിഫോം ധാരികളും പ്രത്യേക വേഷം ധരിച്ച ഷെഫുകളുമുണ്ട്. വഴിയോര ഭോജനശാലകൾ വൃത്തിയുള്ളതാണെങ്കിൽ അവിടങ്ങളിലേക്ക് ആളുകൾ വന്നു നിറയും. സ്ലൊവാക്കിയയിലാവട്ടെ ഇവിടെ മലേഷ്യയിലാവട്ടെ തെരുവോരത്തെ റെസ്റ്റോറൻറ്റുകൾക്കെല്ലാം എന്തൊരു വൃത്തിയാണ്. മലേഷ്യയ്ക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മലയാളക്കരയ്ക്ക് സാധിക്കാത്തതെന്ന് ചിന്തിച്ചു നടക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അർദ്ധരാത്രിയിലും തെരുവ് അടിച്ചുവാരുന്ന ജീവനക്കാർ. അവരുടെ വസ്ത്രത്തിനു പോലുമുണ്ട് വൃത്തി. തെരുവിൽ ജനക്കൂട്ടമുള്ളതൊന്നും ശുചീകരണ ജോലിക്കാർക്ക് പ്രശ്നമില്ല. ആളുകൾക്കിടയിലൂടെ നടന്ന് അവർ അവരുടെ ജോലി ചെയ്യുന്നു.
തെരുവ് ചിത്രകാരന്മാർ രംഗമൊഴിഞ്ഞിട്ടില്ല. അവരെയൊക്കെ പിന്നിട്ട് ഞാൻ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. നാളെ അതിരാവിലെ ഷൂട്ടിംഗ് ജോലി തുടങ്ങേണ്ടതാണ്. റോയൽ ബിന്ദാങ് ഹോട്ടലിൻ്റെ ലോബി ശൂന്യമാണ്. നല്ലൊരു ഹോട്ടൽ. ഇന്നലെ രാത്രിയിൽ നാട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. രാവിലെയാണ് കൊലാലംപൂർ വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്ന് തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇനി ക്യാമറയെ വിശ്രമത്തിന് വിട്ട് എനിക്കൊന്ന് വിശ്രമിക്കണം. അടുത്ത ദിവസം ഉണർന്നെണീറ്റ് ഫ്രഷായി ഷൂട്ടിങ്ങിനൊരുങ്ങിയപ്പോഴേക്കും നേരം 8 മണിയായി. ഇന്നൊരു ഞായറാഴ്ചയാണ്. അതുകൊണ്ടാവണം നഗരവീഥികളിൽ വലിയ തിരക്കില്ല. കൊലാലംപൂർ നഗരത്തിനു മീതെ വെയിൽ പരന്നു കഴിഞ്ഞു. മേ ബാങ്കിൻ്റെ ടവറാണ് അങ്ങകലെ കാണുന്നത്. നഗരത്തിൻ്റെ ഐക്കൺ പോലെ ഉയർന്നു നിൽക്കുകയാണത്. ഹോട്ടലിൻ്റെ 9ാം നിലയിലെ മുറിയിൽ നിന്നും ഞാൻ പെട്ടെന്ന് തന്നെ തെരുവിലേക്കിറങ്ങി. ബുക്കിത് ബിന്ദാങ് തെരുവിൽ തിരക്ക് തുടങ്ങിയിട്ടില്ല. ഇന്ന് അവധി ദിനമായത് തന്നെയാവാം ഈ ശാന്തതയ്ക്ക് കാരണം. റോയൽ ബിന്ദാങ് ഹോട്ടലിന് മുന്നിൽ അങ്ങനെ കാത്തുനിൽക്കെ കാറുമായി ഗോപി എത്തിയിരിക്കുന്നു. താൻ തന്നെ കാറുമായി വരാമെന്ന് ഇന്നലെ തന്നെ ഗോപി പറഞ്ഞിരുന്നു. തനിക്ക് ഇന്നു പോകാനുള്ള ചില ഓട്ടങ്ങൾക്ക് ഗോപി മറ്റൊരു ഡ്രൈവറെ ചുമതലപ്പെടുത്തുകയാണ്. സുഹൃത്തും തമിഴ് വംശജൻ തന്നെ. ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഗോപിക്ക് എൻ്റെ ശീലങ്ങളും ശൈലിയുമൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ ആദ്യ കാഴ്ചയിൽ ഒരു പരുക്കനാണ് ഡ്രൈവറെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ ചിന്ത അസ്ഥാനത്തായി. ഒരു പാവത്താനാണ് ഗോപി. 6000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ റിങ്കിറ്റാണ് ഒരു ദിവസത്തെ ഓട്ടത്തിന് ഗോപി ചാർജ് ഈടാക്കുക. ഇന്നോവ പോലൊരു വലിയ കാറിന് ഒരു മുഴുവൻ ദിന ഓട്ടത്തിന് അതൊരു കൂടിയ തുകയൊന്നുമല്ല. മലേഷ്യയുടെ നിലവാരമനുസരിച്ചാണല്ലോ ടാക്സി കൂലിയും. ഇന്ന് പഴയ രാജകൊട്ടാരം കാണാൻ ആദ്യം പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2011 വരെയും മലേഷ്യയുടെ ഭരണത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നു ആ കൊട്ടാരം. അവിടേക്ക് നീങ്ങുമ്പോൾ രാജഭരണത്തിന് കീഴിലുള്ള മലേഷ്യയുടെ വളർച്ചയെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. വളരെ പെട്ടെന്ന് സമ്പന്നതയിലേക്ക് വളർന്ന ഒരു രാജ്യമാണ് മലേഷ്യ. 80കൾ വരെയും ദരിദ്ര ഗ്രാമങ്ങളും അത്രയൊന്നും വികസനമെത്താത്ത പട്ടണങ്ങളുമുള്ള ഒരു രാജ്യമായിരുന്നു ഇത്. അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ വികസിച്ചു. കൊലാലംപൂരിൽ അമ്പരച്ചുംബികൾ ഉയർന്നു. മെട്രോയും മോണോറെയിലും ഹൈടെക് ബസ് സർവീസുമായി ഗതാഗത മേഖല ലോക നിലവാരത്തിലെത്തി. മഹാതിർ മുഹമ്മദ് എന്ന ദീർഘദർശിയായ ഭരണാധികാരിയാണ് മലേഷ്യയുടെ ഈ നേട്ടങ്ങൾക്കെല്ലാം നാന്ദി കുറിച്ചത്. ഫാദർ ഓഫ് മോഡേണൈസേഷൻ എന്നാണ് മഹാതിർ മുഹമ്മദ് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ. 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം 1981 മുതൽ 2003 വരെ 22 വർഷമാണ് രാജ്യം ഭരിച്ചത്. കുഗ്രാമങ്ങളും അവികസിതമായ പട്ടണങ്ങളുമുണ്ടായിരുന്ന ഈ രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലൂടെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തി എന്നതാണ് മഹാതീറിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അദ്ദേഹത്തിൻ്റെ വികസന ഫോർമുലകൾ ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. തൻ്റെ രാജ്യത്തെ വികസനത്തിൻ്റെ പാരമ്യത്തിലെത്തിച്ച ശേഷം രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം പിന്മാറുകയായിരുന്നു മഹാതീർ. പിന്നീട് വന്ന ഭരണകൂടങ്ങൾ വെച്ചു നീട്ടിയ ഉന്നത സ്ഥാനങ്ങളൊന്നും സ്വീകരിക്കാൻ കർക്കശക്കാരനായ അദ്ദേഹം തയ്യാറായില്ല. മലേഷ്യയിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആൾ എന്ന റെക്കോർഡ് മഹാതീറിന് സ്വന്തമാണ്. മഹാതീർ ഇപ്പോഴും ഇന്നാടിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ സജീവമാണ്. വൻ വളർച്ച നേടുമ്പോഴും മലേഷ്യയുടെ ഉള്ളം പുകയുന്നുണ്ട്. ഇന്നാട്ടിലെ വംശീയ വേർതിരിവുകളാണ് അതിന് കാരണം. മലേഷ്യൻ ജനതയിൽ 52% മലായ് വംശജരാണ്. 30% ചൈനീസ് വംശജരാണ് 2ാം സ്ഥാനത്ത്. 3ാമത്തെ വലിയ വിഭാഗമായ ഇന്ത്യൻ വംശജർ 8% വരും. രാജ്യഭരണത്തിലും മതപരവും സാമ്പത്തികവുമായ രംഗങ്ങളിലും മലായ് വംശജർക്കാണ് മേൽക്കോയ്മ. അതുതന്നെയാണ് ഇവിടെ അസ്വസ്ഥത പുകയുന്നതിന് കാരണവും. ബഹാസ മലേഷ്യ എന്ന മലയ ഭാഷയാണ് ഇന്നാട്ടിലെ ഔദ്യോഗിക ഭാഷയെങ്കിലും മലയ് വംശജർ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ചൈനക്കാർ ചൈനീസും ഇന്ത്യൻ വംശജർ തമിഴുമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും. രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കുറവാണ്. മലയ് ഭാഷയിൽ വിദ്യാഭ്യാസം നേടാൻ ചൈനീസ് ഇന്ത്യൻ വംശജർ തയ്യാറല്ല. ചൈനീസ് മലയന്മാർക്ക് ചൈനീസ് സ്കൂളുകളും ഇന്ത്യൻ മലയന്മാർക്ക് തമിഴ് സ്കൂളുകളും ഇവിടെയുണ്ട്.
ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെന്ന പോലെ മലേഷ്യയിലും വളരെ തന്ത്രപൂർവ്വം നടപ്പാക്കിയിരുന്നു. കാർ വലിയൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. പഴയ രാജകൊട്ടാരത്തിന് മുന്നിലെ പാർക്കിംഗ് ഏരിയയാണിത്. ഇന്നൊരു ഞായറാഴ്ചയായിട്ടും ഇത്രയേറെ കാറുകൾ ഇവിടെ കാണുന്നതെന്താണെന്ന് സംശയമായി. കുട്ടികളുമായി ചില സ്ത്രീകൾ കടന്നുപോകുന്നു. കൊട്ടാരത്തിൻ്റെ പ്രധാന ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. പഴയ കൊട്ടാരം ഇപ്പോൾ റോയൽ മ്യൂസിയമായാണ് പ്രവർത്തിക്കുന്നത്. ഇസ്താന നഗര എന്നാണ് ഇവിടെ കൊട്ടാരം അറിയപ്പെടുന്നത്. ഏതാനും വർഷം മുൻപ് കൊലാലംപൂരിൽ വന്നപ്പോൾ ഈ കൊട്ടാരത്തിനകത്ത് കയറാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഇത്തവണ അകത്ത് കയറാൻ തന്നെയാണ് തീരുമാനം. പ്രധാന ഗേറ്റിൻ്റെ വശത്ത് ഒരു ചെറുവാതിൽ. അതിലൂടെ അകത്ത് കിടക്കുമ്പോൾ ഒരു ചെറു കുന്നിൻ മുകളിൽ കൊട്ടാരം കാണാം. വലിയ പകിട്ടൊന്നുമില്ലാത്ത ഒരു കൊട്ടാരം. 1957 മുതൽ 2011 വരെയും മലേഷ്യയുടെ രാജാക്കന്മാർ വസിച്ചിരുന്നത് ഇവിടെയാണ്. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14-ാം വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കൊട്ടാരത്തിന് മുന്നിൽ അതിവിശാലമായൊരു പുൽമൈതാനമുണ്ട്. അവിടെ കുറേ ടാർഗറ്റുകൾ ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണ് ഇന്നത്തെ കാഴ്ച. മൈതാനത്തിൻ്റെ അതിരിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. പരമ്പരാഗത മലൈ വേഷം ധരിച്ച വില്ലാളി വീരന്മാരാണ്. മുണ്ടും മേൽവസ്ത്രവും തലപ്പാവുമൊക്കെയായി വിചിത്ര രൂപങ്ങൾ. അരവിന്ദന്റെ കാഞ്ചനസീതയിൽ നിന്നിറങ്ങി വന്ന കഥാപാത്രങ്ങളെപ്പോലെയുണ്ട് വില്ലാളികൾ. മലേഷ്യയിലെ മലൈ വംശജരുടെ ഒരു പ്രധാന വിനോദമാണ് അമ്പെയ്ത്ത്. കൊലാലംപൂരിൽ മാത്രം 10-ലധികം ആർച്ചറി ക്ലബ്ബുകളുണ്ട്. സ്കൂളുകളിലും അമ്പെയ്ത്തിന് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഇവിടെയാണ് ഞാൻ യഥാർത്ഥത്തിലുള്ള ഒരു വില്ല് അടുത്തു കാണുന്നത്. മൈതാനത്തിന് പുറത്ത് ഒരു കോണിൽ ഒരു സംഘം ബാലന്മാർ ഇരുന്ന് പാടുന്നുണ്ട്. പരമ്പരാഗത മലൈ ഇസ്ലാമിക വേഷമണിഞ്ഞിരുന്ന് ദഫും തപ്പും കൊട്ടി പാടുകയാണിവർ. തനത് മലൈ ഗാനമാണ്. അമ്പെയ്ത്ത് മത്സരത്തിന് മുന്നോടിയായി രംഗമൊന്ന് കൊഴുപ്പിക്കുകയാണ് ഇവരെന്ന് തോന്നുന്നു. കലാപരിപാടി കുറച്ചുനേരം ഞാൻ കണ്ടുനിന്നു. Oke, peserta siap sedia, kita akan mula sekarang. അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കാനും മത്സരം കാണാനും എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ആധുനികമായ അമ്പും ആവനാഴിയുമെല്ലാമായി മത്സരാർത്ഥികൾ ഒരുങ്ങി നിൽക്കുന്നു. മലേഷ്യയിലെ ചൈനീസ് വംശജരുടെ പ്രധാന കായിക വിനോദം കിക്ക് ബോക്സിംഗ് ആണെങ്കിൽ മലൈ വംശജരുടേത് അമ്പെയ്ത്താണ്. പാരമ്പര്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് അവർക്ക് ഈ ആയോധനകല. ഇത്തരം അമ്പും വില്ലും വിൽക്കുന്ന ധാരാളം കടകൾ കൊലാലംപൂരിലെങ്ങും കാണാം. പല പ്രായത്തിലുള്ളവർ മത്സരത്തിനുണ്ട്, സ്ത്രീകളും. മലയനാടിൻ്റെ അമ്പെയ്ത്ത് പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ലോകസഞ്ചാരിയായിരുന്ന ഇബൻ ബത്തൂത്ത ഇന്നാട്ടിൽ വന്നപ്പോൾ ഉർദുജ എന്നൊരു വനിതാ വില്ലാളിയെയും അവരുടെ കീഴിലുള്ള വനിതകളായ വില്ലാളിപ്പടയെയും കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്സരം തുടങ്ങാറായി. മൈതാനത്തിനരികിൽ നിരന്നു നിൽക്കുന്നവർ വില്ലിൽ അമ്പു തൊടുക്കുന്നു. പിന്നെ അമ്പുകൾ പറക്കുകയായി. പക്ഷേ ഒരെണ്ണം പോലും ബുൾസയുടെ കേന്ദ്രത്തിൽ തറയ്ക്കുന്നില്ലെന്നത് വേറെ കാര്യം. അടുത്ത റൗണ്ട് തുടങ്ങുകയായി. ഇത്തവണയും ആരും അമ്പ് ടാർഗറ്റിന്റെ കേന്ദ്രഭാഗത്ത് കൊള്ളിക്കുന്നില്ല. ഉർദുജയുടെ പിൻഗാമികളായ വനിതകളും പുരുഷന്മാരും ബാലികാ ബാലന്മാരുമെല്ലാം ആവും വിധം പരിശ്രമിക്കുന്നുണ്ട്. മിക്കവരുടെയും അമ്പ് ടാർഗറ്റിൽ പോലും സ്പർശിക്കാതെ കടന്നുപോകുന്നു. അമ്പെയ്ത്ത് ഇങ്ങനെ കണ്ടു നിൽക്കുന്നതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. അതിനാൽ ഇനി കൊട്ടാരത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു.
അരനൂറ്റാണ്ടിലേറെക്കാലം മലേഷ്യയെ ഭരിച്ച വിവിധ രാജാക്കന്മാർ വസിച്ച കൊട്ടാരം. അക്കാലത്ത് വിശേഷ ദിവസങ്ങളിൽ സൈനിക പരേഡ് നടന്നിരുന്നത് ഈ മൈതാനത്തിലാണ്. ഇവിടെ നിന്നും ഈ ക്ലബ് കാറിൽ കൊട്ടാരമുറ്റത്തേക്ക് പോകാം. അതിന് പ്രത്യേക ഫീസ് നൽകണം. ഞാൻ ഏതായാലും നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിജനമായ വഴിയിലൂടെ പഴയ രാജകൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. 13 ഏക്കറിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ഇസ്താന നഗര എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന കൊട്ടാരം. 1928 നിർമ്മിതമായതാണെങ്കിലും 1957 മുതൽ മാത്രമാണ് ഇവിടുത്തെ ഇസ്താന നഗര മലേഷ്യയുടെ രാജകൊട്ടാരമാവുന്നത്. 1920കളിൽ കൊലാലംപൂരിൽ വ്യാപാരം കൊണ്ട് കോടീശ്വരനായി തീർന്ന ഒരു ചൈനീസ് വംശജനുണ്ടായിരുന്നു, ചാൻ വിങ്. അദ്ദേഹം തൻ്റെ വസതി എന്ന നിലയിലാണ് കുന്നിൻ മുകളിൽ 2 നിലകളുള്ള ഈ മാൻഷൻ പണിതുയർത്തിയത്. കൊലാലംപൂരിൽ ദ ബിഗ് ഹൗസ് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. 1942 ജാപ്പനീസ് സൈന്യം മലയ കീഴടക്കുന്നതുവരെയും ചാൻ വിങ്ങിൻ്റെ കുടുംബമാണ് ഈ കൊട്ടാരത്തിൽ വസിച്ചിരുന്നത്. ജപ്പാൻ അധിനിവേശത്തെ തുടർന്ന് 1942 മുതൽ 1945 വരെയും മലയായിലെ ജാപ്പനീസ് ഗവർണറുടെ വസതിയായി ഇത്. 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങിയതോടെ ബ്രിട്ടീഷ് മിലിറ്ററി കൊട്ടാരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 1950 മലയ ഫെഡറേഷൻ രൂപീകൃതമായപ്പോൾ സെലങ്കോർ സ്റ്റേറ്റ് മാസം $5000 നൽകാമെന്ന വ്യവസ്ഥയിൽ കൊട്ടാരം വാടകയ്ക്കെടുത്തു. രാജ്യം സ്വതന്ത്രമായ 1957 ചൈനീസ് കോടീശ്വരൻ്റെ ബന്ധുക്കളിൽ നിന്നും $1.4 മില്യൺ ഫെഡറൽ ഗവൺമെൻറ് ഇത് വാങ്ങിയെടുക്കുകയായിരുന്നു. കൊട്ടാരം മാത്രമല്ല, അതിനു ചുറ്റുമുള്ള 13 ഏക്കർ ഉദ്യാനവും അങ്ങനെ ഗവൺമെൻറ് സ്വത്തായി മാറി. ഇതാണ് കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗം. ചാൻ വിങ് പണിത വീടിന് പിന്നീട് പലതവണ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. 1957 രാജകൊട്ടാരമാക്കി മാറ്റിയപ്പോഴാണ് വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികളും കൂട്ടിച്ചേർക്കലുകളും നടന്നത്. പിന്നീട് 1980 ഒരിക്കൽ കൂടി ഇത് പുതുക്കിപ്പണിതു. ആധുനികമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും കൊട്ടാരത്തിൽ സ്ഥാപിച്ചത് അന്നാണ്. മ്യൂസിയം തുറന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയും എനിക്ക് പതിവ് പ്രശ്നമുണ്ട്. മ്യൂസിയത്തിനകത്ത് ക്യാമറ അനുവദിക്കില്ല. നിരാശയോടെ വീണ്ടും മുറ്റത്തേക്കിറങ്ങി. കൊട്ടാരമുറ്റത്ത് ഒരു കുതിരവണ്ടി കിടപ്പുണ്ട്. സന്ദർശകർക്ക് ഈ വണ്ടിയിൽ കൊട്ടാര പരിസരത്തുകൂടി ഒന്ന് ചുറ്റിവരാം. കുതിരക്കാരനെ അടുത്തെങ്ങും കാണുന്നില്ല. കണ്ണു മൂടിക്കെട്ടിയ കുതിര അങ്ങനെ കാത്തുനിൽക്കുന്നു. അരനൂറ്റാണ്ടുകാലം തുടർച്ചയായി രാജസാന്നിധ്യമുണ്ടായിരുന്ന കൊട്ടാരത്തിൽ നിന്നും ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. ഇന്ന് മറ്റൊരു ടൂറിസ്റ്റും ഈ മ്യൂസിയ പരിസരത്ത് വന്നിട്ടില്ല. നഗരത്തിൽ തന്നെയുള്ള ജലാന്തത്തയിലെ കുന്നിൻമുകളിൽ വിപുലവും പ്രൗഢവുമായ രാജകൊട്ടാരം നിർമ്മിക്കപ്പെട്ടതോടെയാണ് ഈ കൊട്ടാരം അപ്രസക്തമായി തീർന്നത്. 13 രാജാക്കന്മാർ വസിച്ചിട്ടുണ്ട് ഈ കൊട്ടാരത്തിൽ. അവർ ഉപയോഗിച്ചിരുന്ന മുറികളും ഫർണിച്ചറുകളും വിശേഷപ്പെട്ട പാത്രങ്ങളും വിവിധ നാടുകളിൽ നിന്ന് പാരിതോഷികമായി അവർക്ക് ലഭിച്ച അമൂല്യ വസ്തുക്കളുമെല്ലാമാണ് ഇന്ന് മ്യൂസിയത്തിൽ കാണാനുള്ളത്. അത്ര വിപുലമായ കൊട്ടാരമൊന്നുമല്ല ഇത്. എന്നാൽ മൂല്യമേറിയ രാജകീയ വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അതിനാൽ മലേഷ്യയുടെ മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റിനൊപ്പം റോയൽ മലേഷ്യ പോലീസും ഇതിൻ്റെ മേൽനോട്ടത്തിനും സംരക്ഷണത്തിനും നേതൃത്വം വഹിക്കുന്നു. രാജാവ് ഇവിടെ വസിച്ചിരുന്ന കാലത്ത് മലേഷ്യയിലെ വിവിധ സുൽത്താനേറ്റുകളുടെ അധിപന്മാരായ സുൽത്താൻമാർ പതിവായി മേളിച്ചിരുന്നതും ഇവിടെയാണ്. കൊട്ടാരത്തിന് സമീപത്തു നിന്നും മടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട് കൊട്ടാര പരിസരമാകെ. മ്യൂസിയമാണെങ്കിലും പതിവായി സാംസ്കാരിക പരിപാടികൾ നടക്കാറുള്ള ഒരിടം കൂടിയാണിത്. വഴിയിലും ഉദ്യാനത്തിലുമെല്ലാം ഞായറാഴ്ചയിൽ പോലും ജോലിക്കാരെ കാണാം. ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള ഇപ്പോഴത്തെ എൻട്രൻസ്. 10 റിംഗിറ്റിൻ്റെ ടിക്കറ്റ് എടുത്താണ് ഞാൻ കൊട്ടാരം കാണാൻ പോയത്. പാർക്കിങ്ങിൽ ഗോപി കാത്തുനിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി യാത്ര തുടരുകയാണ്. കൊലാലംപൂരിൽ ലിറ്റിൽ ഇന്ത്യ എന്നൊരു ഭാഗമുണ്ട്. അടുത്തതായി ലിറ്റിൽ ഇന്ത്യയിലേക്ക് തന്നെ പോകാമെന്നാണ് തീരുമാനം.
ഇങ്ങനെ നീങ്ങുമ്പോൾ കുലാലംപൂർ മാത്രമല്ല, മലേഷ്യ മൊത്തമായി ഒരു ഉദ്യാനമാണെന്ന് തോന്നിപ്പോകുന്നു. നല്ല പാതകൾ ഉണ്ടാവുകയും അതിൻ്റെ ഓരങ്ങൾ വൃത്തിയായി കിടക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ നാട് വളരെ വികസിതമാണെന്ന് കാഴ്ചക്കാർക്ക് തോന്നും. അമ്പരചുംബികൾ മാത്രമല്ല ആധുനിക കാലത്ത് ഒരു വൻ നഗരത്തിൻ്റെ മുഖമുദ്ര. നല്ല പച്ചപ്പും വൃത്തിയും ഭംഗിയും ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനവുമെല്ലാം ചേരുമ്പോഴാണ് ഒരു നഗരം ലോക നിലവാരത്തിലേക്ക് ഉയരുന്നത്. തായ്ലൻഡിലും ഇന്തോനേഷ്യയിലുമെല്ലാം ഈ മാറ്റം ഇന്ന് പ്രകടമാണ്. 90കളിൽ ആരംഭിച്ച ഒരു മാറ്റമാണത്. നമ്മൾ ഇന്ത്യക്കാർ പക്ഷേ വളരെ വൈകിയാണ് വൃത്തിയെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും കുറിച്ച് ചിന്തിക്കുന്നത്. കെട്ടിടം പണിയുമ്പോഴോ വഴിയുണ്ടാക്കുമ്പോഴോ നഗരത്തിന് ആകെ ഉണ്ടാകേണ്ട സൗന്ദര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല. ഇനിയെങ്കിലും ആ ചിന്തകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ മലേഷ്യൻ യാത്രയിൽ നിന്നും എനിക്കുണ്ടാകുന്ന തിരിച്ചറിവ്.